ഇന്നത്തെ ദിവസം ഒരു വീട്ടിൽ കൂടെയുള്ള ദിവസമാണ്. അങ്ങനെ ഒരുങ്ങിക്കെട്ടി നേരെ അവിടത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഉച്ച സമയാനെ കൊണ്ടുവരാൻ ഭയങ്കര തിരക്ക്. ഓരോരുത്തർ സീറ്റിന്റെ പിറകിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കസേര കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം എനക്കും കിട്ടിയിട്ടുണ്ട് സീറ്റെല്ലാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫുൾ മഴയാണല്ലോ. വീട്ടിലെത്തിയപ്പോൾ നല്ല കട്ട്ലറ്റും ചായയല്ലോ. അങ്ങനെ സനുവിൻ്റെ കൂടെ അമ്മേൻ്റെ കൂടെ ഇരുന്ന് അതെല്ലാം കഴിച്ച് പിന്നെയാണ് നമ്മളൊരു പ്ലാനിങ് വെച്ചത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയെല്ലാം പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെച്ചാലോ. വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു മാവിരിപ്പുണ്ട്. മാവിലാണെങ്കിൽ നിറയെ മാങ്ങയാണ്. അങ്ങനെ ഞാനും സാധനവും കൂടി വൈകുന്നേരം ആയാലോ എല്ലാ മാങ്ങയും കൂടി പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇതേ സമയത്താണ് നമ്മൾ മാങ്ങ പൊട്ടിക്കല്. ഈ വർഷം മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതിനാണെങ്കിൽ 80 രൂപയായി. പൈസയൊന്നും നോക്കിയില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സാധനം എന്തായാലും പൊളിയാണേ. പൈസ പോയാലെന്താ. ഒരു സൈഡിൽ നിന്ന് അമ്മ ഇതാ മാങ്ങയെല്ലാം വാങ്ങിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അവസാനം നമ്മളിതാ പൊട്ടിച്ചെടുത്ത മാങ്ങ ഇത്രത്തോളാണ് ഉള്ളത്. മാവിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും, എന്നാലും സങ്കടം അങ്ങോട്ട് സഹിക്കുക. ഏകദേശം ഒരു ബക്കറ്റോളം മാങ്ങയാണ് നമ്മൾ പൊക്കി എടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും ഒരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 3-4 ദിവസത്തേക്ക് നമുക്കിത് പൈപ്പിക്കാൻ വേണ്ടി വെക്കാം. പൈത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ബൈ.